കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ആർക്കും ഉപദേശം ഇഷ്ടമല്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു ടീച്ചർ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുഞ്ഞിലേ മുതൽ ചെറിയ ചെറിയ കഥകൾ കേട്ടാണ് വളർന്നു വന്നത് അല്ലേ? ആ കഥകൾക്കെല്ലാം ഒരു ഗുണപാഠം ഉണ്ടായിരുന്നു. ദോഷമല്ല, ഗുണപാഠം ഉണ്ടായിരുന്നു അല്ലേ? എന്തിനാണ് കുഞ്ഞിലെ ഗുണപാഠമുള്ള കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? അത് വീട്ടിലുള്ളവരായാലും പഠിക്കുമ്പോൾ ആണെങ്കിലും എന്തുകൊണ്ടാണ്? നിങ്ങളിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാവണം എന്ന ഒറ്റ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ? പക്ഷേ നമ്മളെല്ലാവരും ഒരേ ഗുണപാഠ കഥകൾ കേട്ട് വളർന്നാലും മനസ്സ് മാറിപ്പോവുകയാണ്. ഇത്രമാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു പരീക്ഷ എഴുതുന്നു. പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങിക്കുന്നത് മിടുക്കുള്ളവരുടെ ലക്ഷണമാണ് എന്ന് ഒരിക്കലും കരുതരുത്. ഈ പരീക്ഷയല്ല, നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയിൽ നന്മയുടെ വഴിക്ക് ഒരു വിജയം ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ജീവിത വിജയത്തിനാണ് മറ്റേത് വിജയത്തിനേക്കാളും പ്രാധാന്യവും മധുരവും ഉള്ളത്. എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ പഠിച്ച് ഒരേപോലെ മാർക്ക് വാങ്ങിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ മനസ്സ് അത്തരത്തിലുള്ള മനസ്സാണ്. ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന രീതികളും മാറും, നമ്മുടെ സ്വഭാവവും മാറും. പക്ഷേ എല്ലാവർക്കും അച്ഛനും അമ്മ അല്ലെങ്കിൽ രക്ഷിതാവ് ഉണ്ട്, അല്ലാത്തവരും ഉണ്ടാവാം. പക്ഷേ ഈ ആരും രക്ഷിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയാതെ വളരുന്ന കുട്ടികൾ നല്ലവരാകുന്നുമുണ്ട്, മോശം രീതിയിൽ പോകുന്നവരുമുണ്ട്. എങ്കിലും ഞാൻ പൊതുവേ പറയുകയാണ്, നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഗവൺമെൻറ്റും ഉണ്ട്. നിങ്ങൾക്ക് നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം തരുന്നു. എന്തിന്? അത് വെറുതെ അല്ല. അത്രയും അല്ലെങ്കിൽ നിങ്ങളെന്താണ്, പണം എന്നുള്ളത് കുഞ്ഞിലെ നിങ്ങളുടെ മനസ്സിൽ കയറും. നിങ്ങളെല്ലാ തൊഴിലും ചെയ്യാൻ തയ്യാറാകും. കാരണം നമ്മുടെ ഈ നാട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അത്തരത്തിലുള്ള കുട്ടികളെ കാണാൻ പറ്റും. അവർ അങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾ ഒരുപാട് മോശമായ കാര്യങ്ങളെ നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കാൻ ഭാഗ്യമുള്ള കുട്ടികളാണ്. വേറെ ഒന്നുമില്ലെങ്കിലും ആഹാരം കഴിക്കാനുണ്ടോ, കയറിക്കിടക്കാൻ ഇടമുണ്ടോ, ഇതൊന്നുമേ ഇല്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന അച്ഛനോ അമ്മയോ ചേച്ചിയോ ചേട്ടനോ നിങ്ങളെ രക്ഷിക്കുന്ന രക്ഷിതാവും ഉണ്ടാവാം അല്ലേ? അപ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ കരുതുക, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും, ഒന്നുകിൽ ഈശ്വരൻ എങ്കിലും ഉണ്ട്. ആ ഈശ്വരൻ്റെ മുന്നിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് പോയി നിൽക്കേണ്ടി വരരുത്. ഈശ്വരൻ അല്ലെങ്കിൽ ഒരു ശക്തിയെ നമ്മളെപ്പോഴും മുന്നിൽ ഒരു ഭയഭക്തി ബഹുമാനം കാണിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെയും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ അറിയിക്കണം. നിങ്ങൾക്ക് തോന്നും അവരെന്നെ തല്ലും വഴക്ക് പറയും. ആ വഴക്ക് പറച്ചിലോ ഒരു തല്ലോ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളോടുള്ള വെറുപ്പായി കരുതരുത്. അവരുടെ മക്കൾ ആയതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പെരുമാറുന്നത്. അടുത്തുള്ള വീട്ടിലെ കുട്ടികളെ പോയി വഴക്ക് പറയാനും തല്ലാനും പറ്റുമോ? എന്തിനാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വഴക്ക് പറയുന്നതിനെ പേടിച്ച് അല്ലെങ്കിൽ തല്ലുന്നതിനെ പേടിച്ച് വീണ്ടും ഒരു തെറ്റ് ആവർത്തിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെ വഴക്ക് പറയുകയോ തല്ലുകയോ ചെയ്യുന്നത്. എന്ത് പ്രശ്നമുണ്ടായാലും തുറന്നു പറയുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ. നല്ല ഒരു വ്യക്തി ആയി വളർന്നു വരണമെങ്കിൽ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ വളരെ ആവശ്യമാണ്. എന്തുമായിക്കോട്ടെ, ഇനിയിപ്പോൾ
എത്ര വലിയ പ്രശ്നമായാലും പരിഹാരമില്ലാത്തതാണെങ്കിൽ പോലും മറ്റുള്ള ഒരാളോട് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ പകുതി പ്രശ്നം ഒഴിയുമെന്നുള്ളതാണ്. കാരണം നമ്മളുടെ ടെൻഷനിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും തന്നെ ചെയ്യാനില്ലെന്ന് തോന്നും. പക്ഷേ കേൾക്കുന്ന ആൾക്ക് എന്താണ്, അവരുടെ തെളിഞ്ഞ ബുദ്ധിയിൽ പല ആശയങ്ങളും ഉണ്ടാവാം. അപ്പോൾ അവർ നമ്മളുമായി അത് ഷെയർ ചെയ്യും, പ്രത്യേകിച്ചും നമ്മുടെ രക്ഷിതാക്കൾ. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും കടന്നുള്ള ചിന്തകൾക്കും അപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടുകാരെ അറിയിച്ച് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഒരാളെ തല്ലുന്നത് ഒരിക്കലും വലിയ ഒരു കാര്യമല്ല. ഒരാളെ തലോടാൻ നിങ്ങൾക്ക് കഴിയുമോ സ്നേഹത്തോടു കൂടി? അതാണ് വലിയ കാര്യം. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിക്കുന്നതിലല്ല, ഒരു നല്ല വിദ്യാർത്ഥിയാണെന്ന് കേൾപ്പിക്കുന്നതിൽ ആണ് വലിയ കാര്യം, അല്ലേ? എല്ലാ പ്രശ്നത്തിലും പോയി തലയിട്ട് വഴക്കമുണ്ടാക്കി പക്ഷെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കുന്നവൻ നല്ലവനാണോ? അങ്ങനെയല്ല. പരീക്ഷയ്ക്ക് നമ്മൾക്ക് എല്ലാ വിഷയത്തിനും ജയിച്ചു, അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ചു, അത്രയേ ഉള്ളൂ. എങ്കിലും അവൻ രക്ഷിതാക്കൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും നല്ലവനാണെങ്കിൽ അതിനപ്പുറം അവനൊന്നും നേടാനില്ല. അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സുണ്ടാക്കിയെടുത്താൽ ഭാവി ജീവിതം ഭദ്രമായിരിക്കും. നിങ്ങൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അല്ലേ? മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് നമ്മുടെ പരാജയം. അത്തരം പരാജയങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവരുത്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അതെന്നും ഓർത്ത് വയ്ക്കാവുന്ന തരത്തിലുള്ള കൂട്ടുകളായിരിക്കണം. ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒന്നാവരുത് കൂട്ടുകെട്ടുകൾ. കളി, ചിരി, ചെറിയ വഴക്കും ബഹളമൊക്കെ ആവാം, ആ ചെറുതായിരിക്കണം. പിള്ളേരാകുമ്പോൾ അങ്ങനെയാണ് എന്ന് പറയുന്ന ചെറിയ ചെറിയ തമാശകളും വഴക്കിടലുകളുമാകാം. വാക്കുകൾ കൊണ്ട് പറയാം, ഒരിക്കലും മനസ്സിനെയും ശരീരത്തിനെയും അഗാധമായി മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഉണ്ടാവരുത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊക്കെയാണ് വരുന്ന തലമുറയാണ്. നിങ്ങളാണ് യഥാർത്ഥ ഹീറോസായി മാറേണ്ടത്. ഓക്കെ.